പുതിയ അന്താരാഷ്ട്ര തന്ത്രത്തിന് തുടക്കമിട്ടുകൊണ്ട് സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ ചരിത്രപരമായ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. സ്പാനിഷ് ലാ ലിഗയിലെ ഒരു സാധാരണ സീസൺ മത്സരം യൂറോപ്പിന് പുറത്ത് അമേരിക്കയിലെ മയാമിയിൽ വെച്ച് നടത്താൻ അവർ തീരുമാനിച്ചു. ഡിസംബർ 20-ന് ലാ ലിഗയുടെ ശൈത്യകാല അവധിക്ക് തൊട്ടു മുമ്പായി ലോകോത്തര ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിലായിരിക്കും ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുന്ന ബാഴ്സലോണയും വിയ്യാറയലും തമ്മിലുള്ള ഈ നിർണായക മത്സരം അരങ്ങേറുക. സ്പാനിഷ് ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഇതൊരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണ്. കാരണം യൂറോപ്പിലെ ഒരു മുൻനിര ലീഗിലെ റെഗുലർ സീസൺ മത്സരം ഇതാദ്യമായാണ് വിദേശത്ത് നടക്കുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗും സൗദി പ്രോ ലീഗും പോലുള്ള ലീഗുകൾ ആഗോളതലത്തിൽ കളിക്കാരെയും ആരാധകരെയും ആകർഷിക്കാൻ ശ്രമിക്കുമ്പോൾ ലാ ലിഗയും അതിന്റെ സാന്നിധ്യം ലോകമെമ്പാടും വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. സ്പാനിഷ് സൂപ്പർ കപ്പ് നേരത്തെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നടന്നിട്ടുണ്ട്. എന്നാൽ ഒരു ലീഗിന്റെ സാധാരണ സീസൺ മത്സരം മറ്റൊരു ഭൂഖണ്ഡത്തിൽ നടത്തുന്നത് കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമാണ്. ഈ തീരുമാനത്തിലൂടെ ലാ ലിഗ അതിന്റെ വിപണന സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്താനും പ്രത്യേകിച്ച് വടക്കേ അമേരിക്കൻ ഫുട്ബോൾ വിപണിയിൽ ഒരു വലിയ പങ്കുചേരാനും ലക്ഷ്യമിടുന്നു. ബാഴ്സലോണയെ പോലെയുള്ള ഒരു പ്രമുഖ ടീം അമേരിക്കയിൽ മത്സരിക്കുന്നത് ലീഗിന്റെ ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പാണ്. അമേരിക്കയിൽ ഫുട്ബോളിന് വലിയ ആരാധകരുണ്ട്. കൂടാതെ അവിടെയുള്ള വലിയ സ്പാനിഷ് സംസാരിക്കുന്ന ജനവിഭാഗം ലാ ലിഗയുടെ സ്വാഭാവിക ആരാധകരാണ്. ഈ നീക്കം ലാ ലിഗയെ കൂടുതൽ അമേരിക്കൻ ആരാധകരിലേക്ക് എത്തിക്കാനും അതുവഴി ബ്രോഡ്കാസ്റ്റിംഗ് വരുമാനം, സ്പോൺസർഷിപ്പുകൾ, ഉൽപ്പന്ന വിൽപ്പന എന്നിവ വർദ്ധിപ്പിക്കാനും സഹായിച്ചേക്കാം. മത്സരം അമേരിക്കയിൽ നടത്താനുള്ള ഈ തീരുമാനം പ്രാവർത്തികമാക്കുന്നതിന് ചില സാങ്കേതിക തടസ്സങ്ങൾ മറികടക്കേണ്ടതുണ്ട്. സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷന്റെ ഈ നിർദ്ദേശത്തിന്റെ യുവേഫ, ഫിഫ എന്നീ ഫുട്ബോൾ ഭരണസമിതികളുടെ അന്തിമ അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്. ഇതിനായി RFPF ഈ രണ്ട് സംഘടനകൾക്കും അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞു. അന്തിമ തീരുമാനം അവർക്ക് വിട്ടു നൽകിയിരിക്കുകയാണ്. ഈ നിർദ്ദേശത്തിന് അനുമതി ലഭിക്കുകയാണെങ്കിൽ ഇത് യൂറോപ്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിലെ ഒരു പുതിയ മാതൃകയായി മാറിയേക്കാം. മറ്റ് പ്രമുഖ ലീഗുകളും ഈ മാതൃക പിന്തുടർന്നുകൊണ്ട് തങ്ങളുടെ മത്സരങ്ങൾ വിദേശത്ത് നടത്താനുള്ള സാധ്യതകൾ തുറക്കുമെന്നും കരുതപ്പെടുന്നു. ലാ ലിഗയ്ക്ക് അമേരിക്കയിലും മറ്റ് രാജ്യങ്ങളിലും വലിയ ആരാധകരുണ്ട്. ബാഴ്സലോണ, റയൽ മാഡ്രിഡ് പോലുള്ള ടീമുകൾക്ക് ലോകമെമ്പാടുമുള്ള ആരാധകരെ ആകർഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ആരാധകരുടെ പിന്തുണ മുതലെടുക്കാനാണ് ഈ നീക്കം. ലാ ലിഗയുടെ പ്രചാരം വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല, ക്ലബ്ബുകൾക്ക് കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഈ തീരുമാനം സഹായിക്കും. അമേരിക്കയിലെ വലിയ വരുമാന മാർക്കറ്റ് ഒരു മത്സരത്തിലൂടെ മാത്രം നേടാൻ കഴിയുന്നതിനേക്കാൾ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഭാവിയിൽ കൂടുതൽ മത്സരങ്ങൾ അമേരിക്കയിൽ നടത്താൻ വഴിയൊരുക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ഈ മത്സരം നടക്കുന്നത് ബാഴ്സലോണ വിയ്യാറയൽ മത്സരമാണ്. ബാഴ്സലോണയ്ക്ക് യൂറോപ്പിന് പുറത്തും വലിയ ആരാധക പിന്തുണയുണ്ട്. അവരുടെ സാന്നിധ്യം ലീഗിന് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ശ്രദ്ധ നേടിയെടുക്കാനാവും. വിയ്യാറയലിലും ഇത് വലിയൊരു നേട്ടമാണ്. ഒരു ലോകോത്തര ടീമിനെതിരെ അമേരിക്കയിൽ മത്സരിക്കുന്നത് അവരുടെ ബ്രാൻഡിന്റെ മൂല്യം വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഈ തീരുമാനത്തിന് ഫുട്ബോൾ ലോകത്ത് അനുകൂലവും പ്രതികൂലവുമായ അഭിപ്രായങ്ങളുണ്ട്. ചിലർ ഈ നീക്കത്തെ എതിർക്കുന്നു. യൂറോപ്പിലെ ഒരു ലീഗിലെ മത്സരം യൂറോപ്പിൽ തന്നെ നടത്തേണ്ടതാണെന്നാണ് അവരുടെ വാദം. എന്നാൽ ഫുട്ബോളിനെ ഒരു കളി എന്നതിലുപരി ഒരു വിപണിയായി കാണുന്നവർ ഈ തീരുമാനത്തെ അനുകൂലിക്കുന്നു. റയൽ മാഡ്രിഡ് അടക്കമുള്ള ചില പ്രമുഖ ക്ലബ്ബുകൾക്ക് ഈ തീരുമാനത്തിനോട് യോജിപ്പില്ലെന്നും ചില റിപ്പോർട്ടുകളുണ്ട്. എന്തൊക്കെയായാലും ഈ തീരുമാനം ഫുട്ബോൾ വിപണിയിലെ ഒരു വഴിത്തിരിവാണ്. ഈ നീക്കം വിജയകരമാകാൻ യൂറോപ്യൻ ഫുട്ബോൾ ലീഗുകളുടെ ഭാവി തന്നെ മാറ്റിയെഴുതാൻ സാധ്യതയുണ്ട്. യൂറോപ്പിലെ ഫുട്ബോളിന്റെ പരമ്പരാഗതമായ ഘടനയെയും ആരാധക സംസ്കാരത്തെയും ഈ നീക്കം എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ മത്സരം അമേരിക്കയിൽ നടക്കുമ്പോൾ യൂറോപ്പിലെയും സ്പെയിനിലെയും ആരാധകർക്ക് അത് കാണാൻ കഴിയാതെ പോകുമോ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. ഈ വിഷയങ്ങളെല്ലാം UEFA, ഫിഫ എന്നീ രണ്ട് ഭരണസമിതികൾ പരിഗണിച്ച ശേഷമായിരിക്കും അന്തിമമായി തീരുമാനമെടുക്കുക. എന്തായാലും ബാഴ്സലോണയും വിയ്യാറയലും തമ്മിലുള്ള ഈ മത്സരം കാൽപന്ത് കളി പ്രേമികളെ സംബന്ധിച്ചിടത്തോളം കാത്തിരിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ്.